അപ്പം നമുക്ക് നമ്മുടെ സമൂഹം കൂടെ ആരോഗ്യകരമായില്ല എങ്കിൽ നമുക്ക് മാത്രമായിട്ടൊരു സ്വർഗം, ഒറ്റയ്ക്കൊരു സ്വർഗം ഉണ്ടാക്കി അതിൽ ജീവിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ കൂടെ ആരോഗ്യകരമായിട്ട് കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളിടത്താണ് ഗാന്ധിമാർഗ ചിന്തയുടെ പ്രാധാന്യം വരുന്നത്. ഗാന്ധിമാർഗം മൊത്തം മനുഷ്യരും മര്യാദ പാലിക്കുന്ന, അഹിംസയിലേക്ക് വരുന്ന, നീതിപൂർവം പ്രവർത്തിക്കുന്ന വലിയ ഒരു ബഹുജന വിദ്യാഭ്യാസ പരിപാടിയാണ്. അതുകൊണ്ട് ഗാന്ധി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, എനിക്കെൻ്റെ കാര്യം, ബാക്കിയുള്ളവർ കാര്യത്തിൽ നമുക്കൊരു കാര്യമില്ല എന്നുള്ളൊരു സമീപനം ആരെയും രക്ഷിക്കില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടിടത്ത് രാഷ്ട്രീയത്തിൽ ഇടപെടാനും, സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടേണ്ടിടത്ത് സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാനും, കൂട്ടായ്മ രൂപീകരിച്ച് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിലും ഫ്ലാറ്റിലെ ഗ്രൂപ്പാണെങ്കിലും ഒരു കൂട്ടായ്മയിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. അതിലൊരു തലം ഞാൻ പറയാം. എൻ്റെ ചെറുപ്പകാലത്ത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ചായക്കടയിൽ കയറിയാൽ പോലും വീട്ടിൽ വിവരം അറിയും. എന്താ വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നുമില്ല, അവനാ ചായക്കട കയറി നടപ്പുണ്ടല്ലോ, വീട്ടിൽ വിവരം അറിയും. ഒരു കള്ള് ഷാപ്പിലെങ്ങാനും ചെറുപ്പക്കാർ കയറിയാൽ അവിടെ നിന്ന് ഇറങ്ങണതിന് മുമ്പ് വീട്ടിൽ വിവരമെത്തും. ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം മൊത്തം മനുഷ്യർ ഏറ്റെടുത്തിരുന്നു. സ്ത്രീകൾക്ക് വഴിതെറ്റി നടക്കാൻ പ്രയാസമാണ്. വഴിതെറ്റി നടന്നാൽ അവിടെ അടുത്ത എന്താണ് തലയിലും പേങ്കുള്ളൽ സംഘമുണ്ട്, പേങ്കുത്തൽ, അവിടെ ചർച്ചയാകും, പൈപ്പിൻ്റെ കടയിൽ ചർച്ചയാകും. അതുകൊണ്ട് വഴിതെറ്റി നടക്കാൻ പ്രയാസമാണ്. ഒരു സാമൂഹ്യമായ കെട്ടുറപ്പ് ബോണ്ടിങ് ആണത്. അതേസമയം നമുക്ക് ബോംബെ പോയപ്പോൾ ആരെയും പേടിക്കേണ്ട, ആരും ചോദിക്കാനില്ല. ഒരാളും ബോംബെ പോയിട്ട് ബാറിൽ കയറിയാൽ അവൻ്റെ വീട്ടിൽ ആരെങ്കിലും പോയി അറിയിക്കുമോ? തിരുവനന്തപുരത്ത് ബാറിൽ കയറിയാൽ അമ്പൂരിയിൽ നിന്ന് വന്നൊരു ചെറുക്കൻ ഇവിടെ കള്ള് ഷാപ്പിൽ കയറി കുടിച്ചാൽ ആരെങ്കിലും പോയി അവൻ്റെ വീട്ടിൽ പറയുമോ? വഴിയിൽ കുടിച്ചു കിടന്നാൽ പോലും അറിയുമോ? അപ്പം നാട് നമുക്ക് നഷ്ടപ്പെട്ടവരാണ്, നാട് നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. ആ നാട് നഷ്ടപ്പെട്ടത് വികസനത്തിൻ്റെ പേരിലാണ്. വികസനത്തിൻ്റെ പേരിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ISROയിൽ നിന്നുള്ള ധാരാളം പേര് നമ്മളുടെ ക്ലാസ്സുകൾക്ക് വരുന്നവരുണ്ട്. ISRO വന്നു, ISROയിലേക്ക് വരേണ്ടി വന്നു. കേരളത്തിൻ്റെ അപ്പുറത്തു നിന്നുള്ള പലയിടത്തു നിന്നും ആളുകൾ വരേണ്ടി വന്നു. അവരിവിടെ വന്ന് താമസമാക്കുന്നു. അതേപോലെ ഓരോരോ സ്ഥാപനങ്ങൾ വന്നു, അവിടെ തൊഴിലെടുക്കാൻ ആളുകൾ സ്വന്തം നാടുപേക്ഷിച്ച് വരേണ്ടതായി വരുന്നു. അതോടെ അവർ ഈ കാട്ടിൽ കാട്ടാന, കൊമ്പൻ കൂട്ടത്തിൽ നിന്ന് പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അവൻ അപകടകാരിയാണ്. വാരിക്കുഴിയിൽ വീഴുന്നത് ഏറ്റവും മുന്നിൽ പോകുന്ന ആനയാണ്. ആനക്കൂട്ടത്തെ നയിക്കുന്നത് പിടിയാനയാണ്, പെണ്ണാനയാണ്. കൊമ്പന്മാരെയൊക്കെ അടക്കി നിർത്തുന്നത് അവളാണ്. പക്ഷേ ഈ വാരിക്കുഴിയിൽ പിടിയാന വീഴുന്നതോടെ ഈ ആനക്കൂട്ടം ശിഥിലമാകും, കൊമ്പന്മാരെല്ലാം തനി നിറമെടുക്കും. അങ്ങനെ ആനക്കൂട്ടം അപകടകാരിയാകുന്നത് പോലെയാണ് സ്വന്തം ചുറ്റുപാടിൽ, പരമ്പരാഗത ചുറ്റുപാടിൽ നിന്ന് എറിയപ്പെട്ട വികസനത്തിൻ്റെ ഫലമായിട്ട് ഡെവലപ്മെൻറ്റ് ഷോക്കിൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, വികസനത്തിന് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഒരു നാട് തന്നെയാണ് ചിതറിക്കപ്പെടുന്നത്. പിന്നെ ആ വികസനത്തിൻ്റെ സദ്ഫലങ്ങൾ ഉണ്ണാൻ വേണ്ടിയിട്ട് വരുന്ന അഭ്യസ്ത വിദ്യരായി അവിടെ തൊഴിലിന് വരുന്നവർ, അവർ അവിടെ കോളനി രൂപീകരിച്ചെന്ന് വരും, അല്ലെങ്കിൽ പല ഭാഗത്തായിട്ട് താമസിച്ചു എന്ന് വരും. അതോടെ ഇവർക്ക് ആ ചുറ്റുപാട് താമസിക്കുന്നവരോടൊരു പുച്ഛം, കൂടുതലും ദരിദ്രരായിരിക്കും. അവരുടെ വാഹനങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ സൗകര്യങ്ങൾ ഇങ്ങനെ ആകെക്കൂടെ ആ പ്രദേശം, ആ പ്രദേശത്തുകാരുടെ ഒരു അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലൊരു മാറ്റത്തിലേക്ക് വരികയാണ്. അവരുടെ നേരെ എങ്ങാനും എന്തെങ്കിലും കാര്യത്തിൽ ഒരു ശണ്ട ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പോലീസ് ആക്ഷൻ അവർക്ക് അനുകൂലമായിട്ടായിരിക്കും, സാധാരണക്കാർക്ക്, നാട്ടിലുള്ളവർക്കായിരിക്കില്ല. അപ്പം ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട ഒരു നാടും മര്യാദയും, ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ വാഹനത്തിൽ അടി നടക്കുകയാണ്.
പക്ഷെ ഒരു നാട്ടിൻപുറത്ത് പണ്ട് അങ്ങനെയല്ല. ഒരു തർക്കമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ കാരണവന്മാരുണ്ടായിരുന്നു. അടി നടന്നു കഴിഞ്ഞാൽ ഒത്തുതീർപ്പുണ്ടാക്കാനായിട്ടൊരു മധ്യസ്ഥൻ ആ നാട്ടിലൊരു പ്രമാണിയുണ്ട്. അവിടെ തീരും അത്. അവിടെയെല്ലാം കോടതികൾ വന്നു. ഇപ്പോൾ വ്യക്തിപരമായ കാര്യം, എന്തിന് കുടുംബകാര്യം പോലും കോടതിയിലാണ്. കുടുംബ കോടതി തന്നെ വന്നിരിക്കുകയാണ്. ഓരോ കേസും 3 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ്. ഒരു കോടതിയിൽ നിന്നുള്ള ഒരു ദിവസത്തെ ലാഭം മിനിമം 1 ലക്ഷം രൂപയാണ്. കോടതികൾ വലിയൊരു കച്ചവടമാണ്. ഓരോ കേസും വക്കീലന്മാർക്ക്, മജിസ്ട്രേറ്റിൻ്റെ പ്രമോഷന്, കോടതിയിലെ ജീവനക്കാരുടെ പ്രമോഷന്, കൈക്കൂലിക്ക് ഒക്കെ സഹായിക്കുന്ന വലിയൊരു കച്ചവടമാണ്. അതുപോലെ ഒരു വാഹനത്തിൻ്റെ ഇടി വലിയൊരു കച്ചവടമാണ്. സ്പെയർ പാർട്സുകൾ കൂടുതൽ ചിലവാക്കാൻ, ഫസ്റ്റ് എയ്ഡ് FIR ഇടാനായിട്ട് പോലീസുകാർക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക്. ജയില് വലിയൊരു ബിസിനസ്സാണ്. ജയിലിൽ തടവുകാർ കൂടുതൽ വേണോ കുറച്ച് മതിയോ എന്ന് ചോദിച്ചാൽ കുറച്ച് മതിയെന്ന് നമ്മളെപ്പോലുള്ള വിവരദോഷികൾ പറയും. പക്ഷേ ജയിലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തടവുകാരുണ്ടാവണം, അല്ലെങ്കിൽ ജയിലിനൊരു പുരോഗതി ഉണ്ടാവില്ല, ഫണ്ട് കൂടുതൽ കിട്ടില്ല. ജയിലിലൊരു പർച്ചേസിങ് ഓഫീസറുണ്ട്. അയാൾ ഇറങ്ങി കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചും കൊണ്ടുവരും. അതിൻ്റെ കമ്മീഷൻ ഇരട്ടി വില എഴുതി വെക്കും. കൂടുതൽ തടവുകാരുള്ളപ്പോൾ കൂടുതൽ പർച്ചേസിങ് നടത്താം. മീനായിട്ടും ഇറച്ചിയായിട്ടും മുട്ടയായിട്ടും പാലായിട്ടും അരിയായിട്ടും. ജയിലിലെ തടവുകാരുടെ വസ്ത്രം തയ്ക്കുന്ന തടവുകാർക്ക് അവിടെ കൂടുതൽ തടവുകാർ വരണമെന്നുള്ളതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ സമൂഹം ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ, നമ്മളറിയാതെ തന്നെ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ മാറിപ്പോവുകയാണ്. ഈ സമൂഹത്തെ തിരിച്ച് ആരോഗ്യകരമാക്കുക എന്നുള്ള, അല്ലെങ്കിൽ അത് ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു ഗാന്ധിയൻ സമീപനം. പക്ഷേ പാശ്ചാത്യ മറ്റുള്ള സമീപനങ്ങളിൽ അങ്ങനെ ഒരു ചിന്ത പോലുമില്ല. ആ മനുഷ്യൻ എവിടെയെങ്കിലും ഒരു കോഴിക്കൂട്ടിൽ മനുഷ്യൻ കൂടിക്കോളും. ഇപ്പോൾ ബാംഗ്ലൂരിൽ ബോംബെയിലുള്ള പല വീടുകളിലും പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിവർന്ന് നിന്ന് കൈ നേരെ പൊക്കാൻ കഴിയുന്ന വീടുകൾ കുറവാണ്. തലപ്പൊക്കത്തിൻ്റെ ഭാഗത്ത് വെച്ച് കൂട് കെട്ടുകയാണ്. പല ഫ്ലാറ്റുകളുടെയും അവസ്ഥ അങ്ങനെയാണ്. മനുഷ്യനെ കോഴിക്കൂട് പോലുള്ള കേജുകളിൽ, ഫ്ലാറ്റുകളെല്ലാം അങ്ങനെയാണ്, അതിനുള്ളിൽ ഒതുക്കി മനുഷ്യത്തീറ്റ, കോഴിത്തീറ്റ പോലെ, കാലിത്തീറ്റ പോലെ മനുഷ്യത്തീറ്റ. ആ മനുഷ്യത്തീറ്റകളാണ് മാക്ഡൊണാൾഡ്സും പിശാച് ഹട്ടും കില്ലർ FC-യും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യത്തീറ്റകളാണ്. പ്രകൃതി മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. ആ ഭക്ഷണ സാധനങ്ങൾ ഇത് കഴിക്കുന്ന ചെറുപ്പക്കാർ എത്ര പേരുണ്ട്? എത്ര കുട്ടികൾ? ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും ചെറുപ്പകാലങ്ങളിൽ കഴിച്ചിരുന്ന പേരയ്ക്ക, ചാമ്പയ്ക്ക, കാച്ചിൽ, ചേന, ചേമ്പ്, ലൂവിക്ക, ലോലോലിക്ക, എന്തെല്ലാം തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ചെറുപ്പകാലത്ത് നമ്മൾ കഴിച്ചിരുന്നു. ചക്കയുള്ളപ്പോൾ ചക്കയാണ് വീട്ടിൽ, മാങ്ങയുള്ളപ്പോൾ മാങ്ങ. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇതൊന്നും വേണ്ട. അവർ നേരെ എന്നും ഈ മനുഷ്യത്തീറ്റയുടെ അടിമകളായി. അതിന്ന് വിട്ടുപോരാൻ പ്രയാസമാണ്. നിങ്ങളുടെ വീട്ടിലെ നായക്ക് ഇപ്പം നായത്തീറ്റയുണ്ട്, പൂച്ചക്ക് പൂച്ചത്തീറ്റയുണ്ട്, കിളിക്ക് കിളിത്തീറ്റ, കോഴിക്ക് കോഴിത്തീറ്റ. വലിയൊരു ബിസിനസ്സാണ്. ഈ നായത്തീറ്റയും പൂച്ചത്തീറ്റയും ഇട്ട് കൊടുത്ത് വളർത്തുമ്പോൾ പുറകെ ഇതുങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശരിയാണോ? ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കും മനുഷ്യർക്കും പറ്റിയിട്ടുള്ളത്. കൃത്രിമമായ ആഹാര സാധനങ്ങൾ കഴിക്കുന്ന മൃഗങ്ങളൊക്കെ രോഗികളാണ്. ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഞങ്ങൾക്കൊരു ജിബി ടീച്ചറുണ്ട്. ജിബി എന്നെ വിളിച്ചു, സാറേ കുട്ടികളുടെ പ്രമേഹം നമ്മൾ കരുതുന്നത് പോലെ അല്ല കേട്ടോ സാറേ. ഞാൻ ഞെട്ടിപ്പോയി. ടീച്ചർമാർക്ക് വേണ്ടിയിട്ടൊരു ഓറിയൻറ്റേഷൻ ക്യാമ്പോ മറ്റോ ഉണ്ടായിരുന്നു. അവിടെ ഈ ഷുഗറുള്ള ഇൻസുലിൻ എടുക്കുന്ന കുട്ടികൾ വയനാട് ജില്ലയൊക്കെ വളരെ ആരോഗ്യത്തോടെ മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. നല്ല വായു, നല്ല വെള്ളം, നല്ല ഭക്ഷണം.
അവിടെ വന്ന കുട്ടികളെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ജിബി ടീച്ചറിൻ്റെ സ്കൂളിൽ ക്ലാസ്സിലൊരു കുട്ടിക്ക് പ്രമേഹമുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം എന്ന് അലോപ്പതി ഡോക്ടർമാർ പഠിപ്പിക്കുക. അവിടെയാണ് കുട്ടികളുടെ എണ്ണം കണ്ടിട്ട് എന്താ സാറേ ഇതിൻ്റെ കാരണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ജിബി ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ചെറുപ്പത്തിലെ പിടികൂടുക എന്നുള്ളതാണ് ഒരു മുദ്രാവാക്യം. ആരുടെ മുദ്രാവാക്യം? സ്പോർട്സ് കൗൺസിലിൻ്റെ മുദ്രാവാക്യം. അത് സ്പോർട്സുകാർക്ക് മാത്രം മതിയോ? ചെറുപ്പത്തിലെ പിടികൂടുക, ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാതെ നോക്കുക എന്നുള്ളത് അലോപ്പതി മുദ്രാവാക്യമാണ്, മരുന്ന് കമ്പനികളുടെ മുദ്രാവാക്യമാണ്.